പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം പുകയുന്നു. ചികിത്സാ പിഴവെന്നാരോപിച്ച് ആശുപത്രി അധികൃതർക്കെതിരെ കുടുംബം രംഗത്തെത്തിയതിനു പുറകെ UDYFന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ റോഡ് ഉപരോധിച്ചു പ്രതിഷേധം നടന്നു. പോലീസെത്തി പ്രവർത്തകരെ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒരു യുവതി കഴിഞ്ഞ 16-ാം തീയതി ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റായി. സ്വാഭാവികമായും സർക്കാർ ആശുപത്രിയിൽ പ്രസവം പോലുള്ള ഒരു വിഷയവുമായി വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഭദ്രതയും ഇല്ലാത്തതിന്റെ മുകളിലാണ് അവർ സർക്കാർ ആശുപത്രിയെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുക്കുന്നവർക്കൊരു വിശ്വാസമുണ്ട്, ഈ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എന്നെ രക്ഷിക്കും, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിന് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തെ പാടെ ഇല്ലാതാക്കിക്കൊണ്ട് 4 ദിവസം ഈ ആശുപത്രിയിൽ മുഴുവനായി അഡ്മിറ്റായി കിടന്നിട്ടും ഏറ്റവും അവസാനത്തെ സെക്കൻഡിൽ മരണമുറപ്പ് എന്ന് മനസ്സിലായ സമയത്താണ് ആ യുവതി മരണപ്പെട്ടതിന് ശേഷം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ഇവിടെ നിന്ന് PK ദാസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഇവിടുത്തെ ഡോക്ടർമാരും ഈ ആശുപത്രിയിൽ അധികൃതരും തയ്യാറായിട്ടുള്ളത്. PK ദാസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് അരമണിക്കൂർ മുന്നേ ഈ യുവതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് PK ദാസിലെ അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് യുവതിയുടെ കുടുംബം 2 പിഞ്ചുമക്കളുള്ള ഒരു കുടുംബമാണ്. ആ യുവതിക്ക് വെറും 29 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കുടുംബം ഇന്ന് പട്ടാമ്പിയിൽ ഏതാനും സമയങ്ങൾക്ക് മുൻപാണ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്, എൻ്റെ സഹോദരിയെ, എൻ്റെ മകളെ, എൻ്റെ ഭാര്യയെ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിലെ ഈ സർക്കാരിന്റെ പ്രതിനിധികൾ കൊന്നുകളഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നമുക്കത് കേട്ട് വീട്ടിലിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് തന്നെ ഈ പ്രതിഷേധവുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.